നമ്മൾ കണ്ട് പരിചയിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ്. ഒറ്റൊരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഴുത്തുകാരനും പ്രൊഡ്യൂസറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വേണ്ട. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഗർഭിണി ആരെങ്കിലും പീഡിപ്പിച്ച് ഗർഭിണിയാവുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ മുകളിലൊന്നുമല്ല, ഇവിടുത്തെ സർക്കാരും അത് വേറെ രീതിയിലാണ് അതിനെയൊക്കെ പറയേണ്ടത്. അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ചിന്തകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. സെക്കൻഡ് ഹാഫ് വെറും എന്താ പറയുക, വേറൊരു രീതിയിലേക്ക് ഇവിടുത്തെ ഗവൺമെന്റിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക്, അതൊന്നും ചെയ്യാനൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു രാത്രി ഇവിടെ പീഡനത്തിനിടയെ പറഞ്ഞാൽ അത് ഗവൺമെന്റാണ് ഉത്തരവാദി. ഇപ്പൊ ഞാനൊരു തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ഗവൺമെന്റോ? അത് ഞാനല്ലേ അതിന്റെ ഉത്തരവാദി? അതെന്ത് വിചിത്രമായ ചിന്ത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇവര് ഈ വിവാദം ഉണ്ടാക്കിയ അത്ര രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല. സിനിമ ഒരാവശ്യമില്ല. അത് സെൻസർ ബോർഡിനാണ് അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ടാക്സ് വാങ്ങിച്ചിട്ടാണ് അവര് ശരിക്കും പറഞ്ഞാൽ ഈ സെൻസർ ബോർഡിന്റെ ഓരോ സിനിമകൾ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഷോയിലെങ്കിലും അവരൊക്കെ വന്നിരിക്കണം. അവർ ജനങ്ങളോട് അവർ പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം ഞങ്ങൾ കൊടുക്കുന്ന ടാക്സിന്റെ പുറത്താണ് അവർക്കൊക്കെ ശമ്പളം കിട്ടുന്നത്, അല്ലേ? ഓരോ സിറ്റിങ്ങിനും ഞങ്ങൾ കൊടുക്കുന്ന ടാക്സാണ്. നിങ്ങളടക്കം ഞാനടക്കം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്ന ടാക്സിന്റെ ശമ്പളമാണ്. അപ്പം അവർക്ക് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം വേണം. ഞങ്ങൾ ഇന്നത് കൊണ്ടാണ് ഈ പേര് മാറ്റാൻ പറഞ്ഞത് എന്നുള്ളത് പറയണ്ടേ? ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് എത്തുന്ന ഒരു കാര്യങ്ങൾ അവർ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ പേരിന്റെ വിഷയം അത്. ആ പേര് കൊണ്ട് എന്താണ് ഈ സിനിമയ്ക്ക് ഒരു ദോഷം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെൻസർ ബോർഡിൽ ഞങ്ങളുടെയൊക്കെ ടാക്സിന്റെ മുകളിൽ പുട്ടടിച്ച് അവിടെ AC റൂമുകളിൽ വിരാജിക്കുന്നവന്മാർ ഞങ്ങളുടെ അടുത്ത് പറയണം, യു ആർ ഇത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഇവിടെ ഓരോ പൗരനും ഓരോ അവകാശമില്ലേ? ഞാൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ യു ആസ്ക് ടു ആൻസർ മീ. നിങ്ങൾ എൻ്റെ അടുത്ത് പറയണ ഉത്തരം. നിങ്ങൾ എന്താണ് സെൻസർ ബോർഡ് എന്ന് പറയുന്ന ബുദ്ധിജീവികൾ എന്ത് സാധനമാണ് ഈ സിനിമയ്ക്കകത്ത് കണ്ടിരിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ ടാക്സ് വാങ്ങിച്ചുകൊണ്ട് അവിടെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരു എത്രയെങ്കിലും പൊതുജനത്തോടൊരു ഇത് വേണ്ടേ? എന്താണ് നിങ്ങൾ പറഞ്ഞു തരൂ. ആ പേര് കൊണ്ട് എന്താണ് ഈ സിനിമയിൽ ദോഷം ചെയ്തത്?